4000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 89,000 റൺസാണ് ഓടിയിട്ടുണ്ട്. 1,59,999 AD പ്രൈസ്. കൊറിയൻ സ്പെക്ക് മോഡൽ. കൊറിയൻ സ്പെക്ക് 2,95,000, 1,29,000. 4 ലിറ്റർ എഞ്ചിനാണ്. 22 മോഡൽ. 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2,25,000. കൊറിയൻസ് ഓടിയിട്ടുണ്ട്. 3,45,000 കൊറിയൻ സ്പെക്ക് ആട്ടോ. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എന്തായാലും കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നു, നമ്മളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു വാക്കൗണ്ട് പോലെ തന്നെ മൊത്തത്തിൽ ഇങ്ങനെ നടന്ന് കാണിക്കായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ബ്രോയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഇങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തോട്ടെ. അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സമ്മതിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ആ ബ്രോയ്ക്ക് വലിയൊരു താങ്ക്സ്. അപ്പോൾ നമ്മൾ ബാക്കിൽ കിടക്കുന്ന വണ്ടികളുടെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പ്രൈസ്, കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇയർ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടുള്ളൊരു ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്, കാരണം ഓരോ സബ്സ്ക്രൈബേഴ്സും നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയ വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതേ കിടക്കുന്ന മെഴ്സിഡസിൻ്റെ E300 V4 2 ലിറ്റർ എഞ്ചിന് 24 മോഡൽ, കൊറിയൻ സ്പെക്ക് 2,95,000. അതുപോലെ തന്നെ മെഴ്സിഡസിൻ്റെ E350 AMG V4 2 ലിറ്റർ എഞ്ചിന് 23 മോഡൽ, 11,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,69,000 AD കൊറിയൻ സ്പെക്ക്. അതേപോലെ തന്നെ മെഴ്സിഡസിൻ്റെ CLS 450 AMG V6 3 ലിറ്റർ എഞ്ചിൻ 19 മോഡൽ, 12,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കൊറിയൻ സ്പെക്ക്. 1,29,000. അതുപോലെ തന്നെ ഇത് മെഴ്സിഡസിൻ്റെ C300 AMG V4 2 ലിറ്റർ എഞ്ചിന് 24 മോഡൽ, 12,000 കിലോമീറ്റർ, കൊറിയൻ സ്പെക്ക്. 1,26,000 AD കേട്ടോ. അപ്പോൾ ഇത് E250 V4 2 ലിറ്റർ എഞ്ചിന് 21 മോഡൽ, 1,39,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കൊറിയൻ സ്പെക്ക്. 1,19,000 AD. അതുപോലെ തന്നെ അത് നമ്മുടെ മെഴ്സിഡസിൻ്റെ E250 V4 2 ലിറ്റർ എഞ്ചിന് 23 മോഡൽ, 3,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 1,49,000 AD. അതേ കിടക്കുന്ന BMW 320D V4 2 ലിറ്റർ എഞ്ചിന് ഡീസലാണ്. 44,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 89,000 റൺസാണ്. അപ്പോൾ ഇതിൽ നാട്ടിലെന്താ പ്രൈസ് നമുക്കറിയില്ല കേട്ടോ. അങ്ങനെ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് കിടക്കുന്നത് മെഴ്സിഡസിൻ്റെ E53 V6 എഞ്ചിന് 3 ലിറ്ററാണ്. 19 മോഡൽ, 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,59,999 AD പ്രൈസ്. കൊറിയൻ സ്പെക്ക്. അതുപോലെ തന്നെ ഇത് മെഴ്സിഡസിൻ്റെ E300 AMG V4 2 ലിറ്റർ എഞ്ചിന് വൈറ്റ് 19 മോഡൽ, 39,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കൊറിയൻ സ്പെക്കാണ് ചോദിക്കുന്ന പ്രൈസ്. 89,000 റൺസ്. ഇപ്പോൾ ഇതേ കിടക്കുന്ന ഓഡിയുടെ A6 23 മോഡൽ, 2 ലിറ്റർ എഞ്ചിന് V4 കൊറിയൻ സ്പെക്കാണ്. അപ്പോൾ പ്രൈസ് വന്നിട്ടുള്ളത് 1,17,000. ഡീസലാണ്. 3,500 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ടെസ്ലയുടെ ഒരു ഇലക്ട്രിക് കാർ കിടക്കുന്നുണ്ട്. മോഡൽ X 2019 മോഡൽ, അമേരിക്കൻ സ്പെക്കാണ് വരുന്നത്. റേറ്റ് വന്നിട്ട് 1 lakh, 1,00,000 AD കേട്ടോ. മോഡൽ X. അപ്പോൾ ഇത് ഇവിടെ ഒരു കിയ കിടക്കുന്നുണ്ട്. മോഡൽ വന്നിട്ട് K8 V4 എഞ്ചിന് 1.6 ലിറ്റർ V4 എഞ്ചിനാണ് വരുന്നത്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 85,000 ആണ് AD ആണ് പ്രൈസ് വന്നിട്ടുള്ളത്. കൊറിയൻ സ്പെക്കാണ്. അവൻ്റെ V4 1.6 ലിറ്റർ എഞ്ചിന് 21 മോഡൽ, ഹൈബ്രിഡ്, കൊറിയൻ സ്പെക്ക്. 45,000 ദിറംസ്, 30,000 കിലോമീറ്റർ ഓടി, 80,000 കിലോമീറ്റർ ഓടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓടിയെടുക്കുന്ന A6 2 ലിറ്റർ എഞ്ചിന് 21 മോഡൽ, 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,05,000 AD ആണ്. പിന്നെ അത് കിടക്കുന്ന BMW M850 V8 എഞ്ചിൻ 4.4 ലിറ്റർ എഞ്ചിനാണ്. 22 മോഡൽ, 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2,25,000 കൊറിയൻ സ്പെക്ക്. അതുപോലെ തന്നെ ഇതേ കിടക്കുന്ന നമ്മുടെ എസ്എസിൻ്റെ GT V8 എഞ്ചിൻ
V8 4 ലിറ്റർ എഞ്ചിന് 2021 മോഡല് 79,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 3,40,50,000 കൊറിയൻ സ്പെക്കാട്ടോ. പിന്നെ അതേ കിടക്കുന്ന മെഴ്സീഡിസ് D20 2 ലിറ്റർ എഞ്ചിന് 20 മോഡല് 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസലാണ്. 85,000 ഐഡിയാണ് ടാസ്കിംഗ് പ്രൈസ്. അപ്പോൾ എന്തായാലും പ്രീമിയം കാർസിൻ്റെ വിശേഷങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസായിട്ട് അപ്പോൾ ഇനിയും വരും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.